ആ സ്വാതന്ത്ര്യം സ്വായത്തമാക്കാൻ എന്തൊക്കെ ചെയ്യണം എന്നതിനെ പറ്റിയുമൊക്കെയുള്ള ചില അവബോധമാണ് ഞങ്ങൾ നിങ്ങൾക്ക് തരുവാൻ ആഗ്രഹിക്കുന്നത്. അല്പസമയത്തേക്ക് നിങ്ങളുടെ വിലയേറിയ ശ്രദ്ധയെ ഞങ്ങൾ ക്ഷണിക്കുന്നു. നിങ്ങളുടെ സഹകരണത്തിന് നന്ദി. മൈക്കിൾ ജാക്സൺ എന്ന ലോക പ്രതിഭയെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം. മൈക്കിൾ ജാക്സൺ എന്ന വല്ലാത്ത പ്രതിഭാസം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. 150 വർഷം അദ്ദേഹം ജീവിക്കാൻ ആഗ്രഹിച്ചിരുന്നു. അതിനായി തലമുടി മുതൽ കാൽപാദം വരെ ദിവസേന പരിശോധിക്കുന്ന 12 ഡോക്ടർമാരെ അദ്ദേഹം വീട്ടിൽ നിയമിച്ചു. ദിവസേന അദ്ദേഹം കഴിക്കുന്ന ഭക്ഷണം ലബോറട്ടറിയിൽ പരീക്ഷിച്ചിട്ട് മാത്രമേ അദ്ദേഹം കഴിക്കുമായിരുന്നുള്ളൂ. അദ്ദേഹത്തിന്റെ ദൈനംദിന വ്യായാമത്തിനും ശരീര സംരക്ഷണത്തിനും മറ്റുമൊക്കെയായി മറ്റ് 15 പേരെ കൂടി വീട്ടിൽ അദ്ദേഹം നിയമിച്ചു. ഓക്സിജന്റെ അളവ് നിയന്ത്രിക്കാൻ കഴിവുള്ള സാങ്കേതിക വിദ്യയോട് കൂടിയുള്ള കിടക്കയാണ് അദ്ദേഹം ഉപയോഗിച്ചിരുന്നത്. 150 വർഷം ജീവിക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹവും ലക്ഷ്യവും. ഏത് സമയത്തും തന്റെ അവയവങ്ങൾക്കൊരു കേട് പറ്റിയാൽ അതിനെ മാറ്റിവെക്കാൻ, ഞൊടിയിടയിൽ ശസ്ത്രക്രിയ നടത്തി മാറ്റിവെക്കുവാൻ അവയവദാതാക്കളെയും അദ്ദേഹം സെറ്റാക്കി നിർത്തിയിരുന്നു. ആ അവയവദാതാക്കളുടെ ദൈനംദിന ചിലവും അദ്ദേഹം തന്നെയാണ് വഹിച്ചിരുന്നത്. ലോസ് ആഞ്ചലസിൽ നിന്നും കാലിഫോർണിയയിൽ നിന്നും ഒക്കെയുള്ള ഡോക്ടർമാർ നിരന്തരം അദ്ദേഹത്തെ പരിശോധിച്ചു വന്നിരുന്നു. ഇതെല്ലാം എന്തിനു വേണ്ടിയായിരുന്നു എന്ന് ചോദിച്ചാൽ 150 വർഷം ഈ ലോകത്ത് ജീവിക്കുക എന്നുള്ള ആഗ്രഹം സാക്ഷാത്കരിക്കാൻ വേണ്ടിയായിരുന്നു. പക്ഷേ ഒരു കാര്യം നിങ്ങൾ അറിയണം, ആ ആഗ്രഹം സാധിക്കാനായില്ല. 2009 ജൂൺ മാസം 25-ാം തീയതി തന്റെ 50-ാമത്തെ വയസ്സിൽ മൈക്കിൾ ജാക്സൺ എന്ന പ്രതിഭാസം ഈ ലോകത്തോട് വിട പറഞ്ഞു. മരണത്തെ അദ്ദേഹം വെല്ലുവിളിച്ചു. പക്ഷേ മരണം മൈക്കിൾ ജാക്സനെ വെല്ലുവിളിച്ച് തോൽപ്പിച്ചു. ആ 12 ഡോക്ടർമാരുടെ നിരന്തരമായ പരിശ്രമം വിഫലമായി പോയി. ലോസ് ആഞ്ചലസിൽ നിന്നും കാലിഫോർണിയയിൽ നിന്നുമൊക്കെയുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ നിരന്തരമായ സേവനം അത് വെറും വിഫലമായി പോയി. 150 വർഷം ജീവിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ഞങ്ങളെ ശ്രദ്ധിക്കുന്ന സ്നേഹമുള്ള നാട്ടുകാരോട് ഞങ്ങൾക്ക് പറയാനായിട്ടുള്ളത്, മരണമെന്ന വല്ലാത്ത പ്രഹേളിക നമ്മൾ ആഗ്രഹിച്ചില്ലെങ്കിലും നമ്മെ തേടി വരും ഒരു നാൾ. എന്നാൽ ആ മരണത്തിന് മുൻപ്, ഈ ലോകത്തിലെ ജീവിതം അവസാനിപ്പിക്കുന്നതിന് മുൻപ് നമ്മൾ അറിയേണ്ട ചില കാര്യമുണ്ട്. നമ്മൾ അറിയേണ്ട, സ്വായത്തമാക്കേണ്ട ഒരു സ്വാതന്ത്ര്യമുണ്ട്. അതാണ് ഞങ്ങളുടെ ഈ സ്വാതന്ത്ര്യ ദിന ലഹരി വിരുദ്ധ സന്ദേശ യാത്രയുടെ മുഖ്യ പ്രമേയം. ഒരിക്കൽ കൂടെ നിങ്ങളുടെ വിലയേറിയ ശ്രദ്ധയെ ഞങ്ങൾ ക്ഷണിക്കുകയാണ്. ഡോക്ടർ സി.വി. രാമൻ ശ്രദ്ധേയനായ ഒരു ചിന്തകനായിരുന്നു. ഒരു ദിവസം വടക്കേ ഇന്ത്യയിൽ അദ്ദേഹം ട്രെയിനിലൂടെ യാത്ര ചെയ്യുമ്പോൾ പെട്ടെന്ന് എന്തോ ചിന്തിച്ചിട്ട് ചാടി എഴുന്നേറ്റ് ട്രെയിനിന്റെ ചെയിൻ വലിച്ചു. പെട്ടെന്ന് ട്രെയിൻ നിന്നു. റെയിൽവേ ഗാർഡുകൾ ഓടി വന്ന് നോക്കുമ്പോൾ ഡോക്ടർ സി.വി. രാമൻ അവിടെ ഇരിപ്പുണ്ട്. അദ്ദേഹത്തോട് ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ ട്രെയിൻ നിർത്തിയത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ ഭയപ്പെടുന്നു, ഈ ട്രെയിൻ പോകുന്ന പാളത്തിന്റെ 500 മീറ്ററിനകത്തെങ്കിലും ഒരു വിള്ളലുണ്ടാകാൻ സാധ്യതയുണ്ട്. റെയിൽവേ ഗാർഡും മറ്റുദ്യോഗസ്ഥരും അന്വേഷിച്ചപ്പോൾ കണ്ടെത്തി വിപ്ലവകാരികൾ റെയിൽപാളം പൊളിച്ചിട്ടിരിക്കുകയാണ്. അത്ഭുതം, ഇതെങ്ങനെ സി.വി. രാമൻ അറിഞ്ഞു? ട്രെയിനകത്തിരുന്നയാൾ എങ്ങനെ അറിഞ്ഞു? അത്ഭുതമായി. അവർ അകത്ത് വന്ന് ചോദിച്ചു, ഡോക്ടർ, ഈ റെയിൽപാളം തകർന്നു കിടക്കുകയാണ് എന്നും അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നും ആരാണ് താങ്കളോട് പറഞ്ഞത്? ഡോക്ടർ സി.വി. രാമൻ പറഞ്ഞത് ഇങ്ങനെയാണ്, ട്രെയിൻ പാളത്തിലൂടെ പോകുമ്പോൾ കേൾക്കുന്ന ചക് 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 ശബ്ദം അത് കേവലം എഞ്ചിന്റെ താളം മാത്രമല്ല. ഈ പാളത്തിലൂടെ ട്രെയിൻ പോകുമ്പോൾ എഞ്ചിന്റെ താളവും ഈ പാളവും തമ്മിലുള്ള ഒരു അലൈൻമെന്റ് ആണ് ഈ ചക് ചക് എന്ന് നമ്മൾ കേൾക്കുന്നത്. ഞാൻ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ കുറച്ച് നിമിഷങ്ങളായി ആ ശബ്ദത്തിനൊരു വ്യത്യാസം വന്നുകൊണ്ടിരിക്കുന്നു. പാളത്തിന് എന്തോ അപകടം സംഭവിച്ചതിനാലാകണം ആ ഒരു ശബ്ദത്തിന്റെ വ്യത്യാസം. എന്നെ ശ്രദ്ധിക്കുന്നവരോട് ഞാൻ പറയട്ടെ, ഒരു വലിയ അപകടത്തിൽ നിന്നും ആ ട്രെയിൻ അന്ന് രക്ഷപ്പെട്ടതിന്റെ കാരണം ഈ ഒരു നിരൂപണമായിരുന്നു, ആ ഒരു ചിന്തകന്റെ ചിന്തയായിരുന്നു. അതുകൊണ്ട് തന്നെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹകാരികളോട്, ഞങ്ങളുടെ സമശിഷ്ടങ്ങളോട് ഞങ്ങൾക്ക് പറയാനായിട്ടുള്ളത്, പ്രകൃതിയിലെ ചില താഴപ്പിഴകൾ ഈ നാളുകളിൽ നമ്മൾ കേൾക്കുന്നില്ലേ, കാണുന്നില്ലേ? അങ്ങ് വയനാട്ടിൽ മുണ്ടക്കയിലും ചൂരൽമലയിലും ഒക്കെ നടന്ന ഉരുൾപൊട്ടൽ വിളിച്ചറിയിക്കുന്ന
ഒരു സന്ദേശമുണ്ട്. മറ്റിടങ്ങളിലെ മണ്ണിടിച്ചിൽ വിളിച്ചറിയിക്കുന്ന ഒരു സന്ദേശമുണ്ട്. പ്രകൃതിയുടെ താളക്രമങ്ങൾ, വല്ലാത്ത മാരക വിപത്തുകൾ ഈ ലോകത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് വിളിച്ചു പറയുന്ന ഒരു വലിയ സന്ദേശമുണ്ട്. എന്താണെന്നറിയണ്ടേ? ആ സന്ദേശത്തിലേക്കാണ് ഞങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയെ ആകർഷിക്കുന്നത്. ഈ ലോകം ഇന്ന് ഇരുട്ടിലാണ് കഴിയുന്നത്. വല്ലാത്ത ഇരുട്ട്. മനുഷ്യൻ തപ്പിത്തടയുകയാണ്. എങ്ങോട്ട് പോകണമെന്നറിയില്ല, ആരെ കാണണമെന്നറിയില്ല. ഏതാണ് സത്യം, ഏതാണ് വഴി, ഏതാണ് ജീവൻ, ഏതാണ് ശരി, ഏതാണ് തെറ്റ് അറിയില്ല മനുഷ്യന്. അതുകൊണ്ട് തന്നെ പലയിടത്തും പോയി തലകുമ്പിട്ട്, പലയിടത്തും പോയി സ്തോത്ര കാഴ്ചകൾ അർപ്പിച്ച്, പലയിടത്തും ഉരുൾ പ്രതിഷ്ഠകൾ നടത്തി ജീവിതത്തിന്റെ ഭൂരിഭാഗം സമയവും അതിലേക്ക് അർപ്പിച്ച് ഒടുവിൽ അതെല്ലാം പരാജയപ്പെട്ടപ്പോൾ ഞങ്ങളെ രക്ഷിച്ച, നോക്കിക്കേ, ഞങ്ങളെ രക്ഷിച്ച ചെങ്കൽച്ചൂളയിൽ നിന്നും വന്ന ഈ ഒരു കൂട്ടം ചെറുപ്പക്കാർ ഞങ്ങളെ രക്ഷിച്ച സ്നേഹത്തിന്റെ സന്ദേശം അതാണ് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്. ഈ ലോകത്ത് ഇത്രയധികം താളപ്പിഴകൾ, ഈ ലോകത്ത് ഇത്രയധികം വല്ലാത്ത ലഹരിയുടെ അതിപ്രസരം വരാനുള്ള കാരണം എന്താണ്? എന്തുകൊണ്ടാണ് നമ്മുടെ യൗവനക്കാർ തെറ്റിപ്പോകുന്നത്? ആരെയും ഭയമില്ല, മാതാപിതാക്കളെ അനുസരണമില്ല, പോലീസിനെ ഭയമില്ല, മന്ത്രിമാരെ, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അവരാരെയും ഭയപ്പെടുന്നില്ല. ഇതിനുള്ള കാരണം എന്താണ്? ഏറ്റവും കൂടുതൽ ഇന്ന് ജാതിമത വർഗ വ്യത്യാസമന്യേ, പ്രായഭേദമന്യേ എന്ന് പറയേണ്ടിയിരിക്കുന്നു. കൂടുതൽ നമ്മൾ സമയം ചെലവഴിക്കുന്നത് മൊബൈൽ ഫോണിലാണ്. നോക്കിക്കേ, പണ്ടൊക്കെ ഇതൊക്കെ കേട്ടുകേൾവിയായിരുന്നു. പക്ഷെ ഇന്നത്തെ നമ്മുടെ കുട്ടികൾ ചെറിയ പ്രായത്തിൽ തന്നെ അത് ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ, ടീനേജ് പ്രായം എത്തുമ്പോൾ അവർ വല്ലാത്ത ഒരു ലഹരിയുടെ ആസക്തി അനുഭവിക്കുന്നു എന്നുള്ളത് പറയാതിരിക്കാൻ കഴിയില്ല. തൊട്ടടുത്ത വീട്ടിൽ താമസിക്കുന്നത് ആരാണെന്നും അവിടെയുള്ളവർക്ക് എന്താണ് രോഗമെന്നും അവിടെയുള്ളവർ കഞ്ഞി കുടിച്ചാണോ കഴിയുന്നത്, ഇതൊന്നും നമ്മുടെ കുട്ടികൾക്ക് അറിയില്ല. പകരം അങ്ങ് UK-യിലും US-ലും കാനഡയിലും അമേരിക്കയിലും ഉള്ളയാൾ എൻ്റെ ഫ്രണ്ടാണ് എന്ന് പറഞ്ഞ് ചാറ്റ് ചെയ്യാൻ മണിക്കൂറുകൾ നമ്മുടെ കുട്ടികൾ ഉപയോഗിക്കുമ്പോൾ എന്ത് തരം വിദ്യാഭ്യാസമാണ്, എന്ത് തരം സംസ്കാരമാണ് നമ്മുടെ കുട്ടികൾ പരിശീലിക്കുന്നത് എന്ന് നമ്മൾ ഭയപ്പെടേണ്ടിയിരിക്കുന്നു. ലഹരിയുടെ വല്ലാത്ത അതിപ്രസരം മറ്റൊന്നാണ്. അത് പറയാൻ എൻ്റെ മുമ്പിൽ സമയമില്ല. സിഗരറ്റ് വലിയും മദ്യവും ഒക്കെയായി ഇന്ന് MDMA പോലെയുള്ള മാരക ലഹരി മരുന്നുകൾ നമ്മുടെ യുവതലമുറയെ ഒരു നീരാളിയെ പോലെ പിടിച്ചമർത്തുമ്പോൾ ഇതിൽ നിന്നും കരകയറുവാനുള്ള മാർഗവുമായിട്ടാണ് ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ ഞങ്ങൾ നിങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ലോകം വല്ലാത്ത ഒരു അധപ്പതനത്തിലാണ് കഴിയുന്നത്. ധാർമ്മിക അധപ്പതനം, ധാർമ്മികമായ മൂല്യച്യുതികൾ. മാതാപിതാക്കളെ ബഹുമാനിക്കാനോ അനുസരിക്കാനോ കഴിയുന്നില്ല. പണ്ടൊക്കെ ബസ്സിൽ കയറിയാൽ പ്രായമുള്ളവർ കയറുമ്പോൾ എഴുന്നേറ്റ് കൊടുക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് എവിടെ പോയി ആ സംസ്കാരം? പണ്ടൊക്കെ പോലീസിനെ കാണുമ്പോൾ മുണ്ട് മടക്കി ഇടുന്ന, ഒരു മുണ്ടഴിച്ചിടുന്ന ഒരു സംസ്കാരം ഉണ്ടായിരുന്നു. ഇന്ന് എവിടെ പോയി? ഇന്ന് മന്ത്രിമാർ വരുമ്പോൾ പോലീസിനെ കാണുമ്പോൾ കുറച്ചുകൂടെ നെഞ്ചൂറ്റത്തോടെ നമ്മുടെ യൗവനക്കാർ നിൽക്കുമ്പോൾ നമ്മൾ ഭയപ്പെടണം ഇതിന്റെ ഭാവിയെ. എവിടെയാണ് നമ്മുടെ യുവതലമുറ പോകുന്നത്? എന്തൊക്കെയാണ് ഇതിനുള്ള കാരണം? ഈ ലഹരിയുടെയും മൊബൈൽ ഫോണിന്റെയും ഇന്റർനെറ്റ് എന്ന മാരകമായ ഒരു വലയുടെയും ഒക്കെ അതിപ്രസരത്തിന്റെ കാരണം തേടിപ്പോയാൽ കിട്ടും. വിശുദ്ധ ബൈബിൾ ലോകത്തോട് വിളിച്ചു പറയുന്നു അതിന്റെ കാരണം എന്താണ് എന്ന്. മറ്റൊന്നുമല്ല, പാപം എന്ന വല്ലാത്ത വിഷം. അതാണ് ഈ സകല അധപ്പതനത്തിനും കാരണം എന്ന് നമ്മൾ അറിയണം. പാപം എന്ന വല്ലാത്ത വിഷം നമ്മുടെ രക്തത്തിൽ കലർന്നുപോയി. ആ കലർന്നുപോയ ഈ രക്തത്തിൽ ജനിച്ച നമ്മളെല്ലാവരും, ഇന്ന് ജനിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളും ജന്മനാ പാപികളാണ് എന്ന് മനസ്സിലാക്കണം. പണ്ട് നമ്മുടെ മുതുമുത്തച്ഛനായിരുന്ന ആദം പാപം ചെയ്തപ്പോൾ ദൈവത്തിൽ നിന്ന് അകന്നുപോയി, രക്തത്തിൽ പാപം കലർന്നുപോയി. ആ ആദമിന്റെ സന്തതി പരമ്പരകളായി ഈ ലോകത്ത് ജനിച്ചിട്ടുള്ള സകല മനുഷ്യരും, ഈ ലോകത്ത് ഇന്ന് ജനിച്ചു വീഴുന്ന എല്ലാ കുഞ്ഞുങ്ങളും ജാതിമത വർഗവർണ്ണ വ്യത്യാസമെന്നെ ജന്മന പാപികളാണ് എന്ന് നമ്മൾ പഠിക്കണം. സകല മതഗ്രന്ഥങ്ങളും അത് വിളിച്ചു പറയുന്നു. പാപിയില്ലാതില്ലൊരു നരനും ഭൂതലെ. കോപശീലം ശിശുവിനുമുണ്ടല്ലോ. കോപിക്കാൻ ഒരു കുട്ടിയെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. വളർന്നു വരുന്ന സാഹചര്യത്തിൽ കോപിക്കാനും നമ്മോട് തിരിച്ചു പറയാനും, അടുത്തിരിക്കുന്നയാളിന്റെ പെൻസിൽ മോഷ്ടിക്കാനും, അടുത്തിരിക്കുന്നയാളിനെ നുള്ളാനും അടിക്കാനും ഒക്കെ അവന്റെ രക്തത്തിൽ കലർന്നുപോയ പാപം അവനെ പ്രേരിപ്പിക്കുന്നുവെങ്കിൽ മനസ്സിലാക്കുക, ഈ ലോകത്തിലുള്ള സകല അധപ്പതനത്തിനും ഇന്നത്തെ ധാർമ്മിക മൂല്യച്യുതിക്കും കാരണം നമ്മുടെ രക്തത്തിൽ കലർന്നുപോയ പാപമാണ്.
പാപം മാറാൻ എന്ത് ചെയ്യണം? ഈ പാപം മാറിയാൽ മാത്രമേ നല്ലൊരു വ്യക്തിയായി ജീവിക്കാൻ കഴിയൂ. ഈ പാപം നമ്മുടെ രക്തത്തിൽ നിന്നും മാറിയാൽ മാത്രമേ അയൽക്കാരനെ നമ്മെ പോലെ സ്നേഹിക്കാൻ കഴിയൂ. ഈ പാപം രക്തത്തിൽ നിന്ന് മാറിയാൽ മാത്രമേ ലഹരിയില്ലാത്ത ഒരു നല്ല നാളേക്കായി, നല്ല കേരളത്തിനായി, ഭാരതത്തിനായി നമുക്ക് കാത്തിരിക്കാൻ കഴിയൂ. ഈ രക്തത്തിൽ കലർന്നുപോയ പാപം മാറിയാൽ മാത്രമേ നമ്മുടെ യുവതലമുറയെ നമുക്ക് തിരിച്ചു പിടിക്കാൻ കഴിയൂ. എന്താണ് ചെയ്യേണ്ടത്? ഈ പാപത്തിന് പരിഹാരം എന്താണ്? ലോകമാനവരാശിയുടെ പാപത്തിന്റെ പരിഹാരത്തിനായി 2024 വർഷങ്ങൾക്ക് മുൻപ് കാലാതീതതയിൽ നിന്നും കാലിത്തൊഴുത്തിലേക്ക് വന്നു പിറന്ന ഒരു രക്ഷകനുണ്ട് കന്യകയിലൂടെ. അതാണ് കർത്താവായ യേശുക്രിസ്തു. ആ യേശുക്രിസ്തുവിനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തട്ടെ. ഈ ലോകത്തിലേക്ക് മനുഷ്യന്റെ പാപപരിഹാരത്തിനായി പാപമില്ലാതെ വന്നു. എങ്ങനെ പാപമില്ലാതെ വന്നത്? കന്യകയിലൂടെ ആയിരുന്നു ജനനം. ഒരു ജനനം ഈ ഭൂമിയിൽ നടക്കണമെങ്കിൽ പുരുഷന്റെയും സ്ത്രീയുടെയും ഇച്ഛയാലല്ലാതെ നടക്കില്ല. എന്നാൽ പുരുഷന്റെ ഇഷ്ടത്താലല്ല, സ്ത്രീയിൽ നിന്ന് ജനിച്ച ഒരേ ഒരു ജനനം അത് യേശുക്രിസ്തുവിന്റെ ജനനം മാത്രമായിരുന്നു. അതുകൊണ്ടാണ് പാപമില്ലാതെ, പുരുഷന്റെ സ്പർശനത്താലല്ലാതെ ഈ ലോകത്തിലേക്ക് വന്ന നസ്രായനായ യേശുക്രിസ്തുവിനെ പറ്റി ഞങ്ങൾ പ്രസംഗിക്കുന്നത്. പാപമില്ലാതെ ഈ ലോകത്തിലേക്ക് വന്നു, പാപമില്ലാതെ ജീവിച്ചു, തന്നെ അനുധാവനം ചെയ്ത നൂറുകണക്കിന് പുരുഷാരത്തോട് യേശു കർത്താവ് ചോദിച്ച ഒരു ചോദ്യമുണ്ട്: നിങ്ങളിൽ ആർക്ക് എന്നെ പാപത്തെ കുറിച്ച് ബോധ്യം വരുത്താം? പാപമില്ലാതെ ഈ ലോകത്തിൽ വന്നു, പാപിയല്ലാതെ ജീവിച്ചിട്ട് ഈ ലോകത്തിലെ എന്റെയും നിങ്ങളുടെയും ലോകമാനവരാശിയുടെയും പാപത്തെ മുഴുവൻ സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്തുകൊണ്ട് കാൽവരി കുരിശിൽ 3 ആണികളിൽ തൂങ്ങി 2 കള്ളന്മാരുടെ നടുവിൽ നമുക്ക് വേണ്ടി മരിച്ച കർത്താവായ യേശുക്രിസ്തു, ആ യേശുക്രിസ്തുവിലൂടെ അല്ലാതെ പാപത്തിന് മോചനമില്ല എന്ന് വിശുദ്ധ ബൈബിൾ വിളിച്ചു പറയുന്നു. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കാം, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഞങ്ങൾക്കും പറയാനുള്ള സദ്വർത്തമാനം ഇത് തന്നെയാണ്. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം കർത്താവായ യേശുക്രിസ്തു എന്ന നാമം മാത്രമാണ്. ഈ യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നു, ജനിച്ചു, ജീവിച്ചു, മരിച്ചു. എന്നാൽ മരണം കൊണ്ട് തീർന്നു പോകാതെ 3-ാം ദിവസം മരണത്തെയും പാതാളത്തെയും ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ഈ യേശുക്രിസ്തു തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി വീണ്ടും പ്രത്യക്ഷനാകുമെന്ന് ദൈവത്തിന്റെ വചനം വിളിച്ചു പറയുന്നു. അങ്ങനെയെങ്കിൽ മുമ്പേ പറഞ്ഞതുപോലെയുള്ള പ്രകൃതിയിലെ താളപ്പിഴകൾ, കാലക്രമങ്ങളിൽ വന്നു പോകുന്ന താളപ്പിഴകൾ, മാരകമായ രോഗങ്ങളുടെ വരവ്, ഈ കടൽ ഇന്ന് നമ്മൾ കാണുന്നത് പോലെ ആയിരിക്കില്ല. കുറച്ചുനാൾ കഴിയുമ്പോൾ എന്താ സംഭവിക്കാന്നറിയില്ല. ഇന്ന് നമുക്ക് മുഖാമുഖം കാണാൻ കഴിയുന്നു, പക്ഷെ നമുക്കറിയില്ല ഈ കടൽ എന്നാണ് കോപിക്കാൻ പോകുന്നത്. എല്ലാം ദൈവത്തിന്റെ കയ്യിലാ. പക്ഷെ വിശുദ്ധ ബൈബിൾ വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്: മനുഷ്യപുത്രന്റെ വരവിന്റെ മുന്നോടിയായി ഇതൊക്കെയും സംഭവിക്കും. യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വീണ്ടും വരാൻ പോവുകയാണ്. അതിനുള്ള സയൻസ് ആണ്, അതിനുള്ള ചിഹ്നങ്ങളാണ്, അടയാളങ്ങളാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങ് വയനാട്ടിലും, അങ്ങ് ശിരൂരിലും, അങ്കോളയിലും, പിന്നെ നമ്മുടെ ഈ കേരളത്തില് ഒക്കെ പല ഭാഗങ്ങളിലൊക്കെ നടക്കുന്ന വല്ലാത്ത പ്രകൃതിക്ഷോഭങ്ങൾ, ദുരന്തങ്ങൾ, കടലിന്റെ ആക്രമണങ്ങൾ ഒക്കെ നമ്മെ വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്: ഇത് അധികകാലം നിലനിൽക്കില്ല, അധികകാലം നമുക്ക് തമ്മിൽ കാണാൻ കഴിയില്ല. ഇന്ന് രാത്രി നമ്മുടെ അറ, നമ്മൾ കിടക്കുന്ന മുറി നമ്മുടെ മരണ അറയായി മാറിയില്ല എന്ന് ആര് കണ്ടു? ഒരു കാര്യം മനസ്സിലാക്കുക: വെച്ച കഞ്ഞിക്ക് ഒഴിക്കാൻ ഉപ്പില്ല എങ്കിലും, ഒന്ന് മാറി പുതയ്ക്കാൻ ഒരു പുതപ്പില്ല എങ്കിലും, കയ്യിൽ ഒരു കാശില്ല എങ്കിലും, നമ്മെ രക്ഷിച്ച ഒരു കർത്താവുണ്ട്. ആ യേശുവിന് നിങ്ങളുടെ പണം ആവശ്യമില്ല, നിങ്ങളുടെ സമ്പത്തോ സൗന്ദര്യമോ സ്വാധീനമോ ശക്തിയോ ഒന്നും ആവശ്യമില്ല. ആവശ്യം നിങ്ങളുടെ ഹൃദയമാണ്. ആ യേശുവിന് നിങ്ങളുടെ ഹൃദയം കൊടുക്കാൻ കഴിയുമോ? ആ യേശുവിലൂടെ മാത്രമേ ലഹരിയിൽ നിന്നും പാപത്തിൽ നിന്നും മോചനമുള്ളൂ. യേശുക്രിസ്തു മാത്രമാണ് പറഞ്ഞത്: ഞാനാണ് വഴി, ഞാനാണ് സത്യം, ഞാനാണ് ജീവൻ, എന്നിലൂടെ അല്ലാതെ ആർക്കും സ്വർഗത്തിൽ പോകാൻ കഴിയുകയില്ല. ഈ യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് 2 കാര്യങ്ങൾ കർത്താവ് ഉറപ്പായി വാഗ്ദത്തം ചെയ്യുന്നു. ഒന്ന്, ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുന്ന കാലയളവ് ചിലപ്പോൾ 50, 60, 70, 80 വർഷം
ചിലപ്പോൾ 100 വർഷം, ഇല്ലെങ്കിൽ 102 വർഷം, എത്രയാണെന്ന് നമുക്കറിയില്ല. എപ്പോഴാണെങ്കിലും അത്രയും നാൾ ജീവിക്കുന്ന കാലയളവിൽ നമുക്ക് ആവശ്യമായ സമാധാനം ഈ യേശു തരും എന്നുള്ളത് ഞങ്ങളുടെ അനുഭവത്തിൽ നിന്നും പറയട്ടെ. ഒന്ന് നിങ്ങൾ കണ്ണോടിച്ചാൽ എൻ്റെ സൈഡിൽ നിൽക്കുന്ന ഞങ്ങളുടെ പ്രിയ സഹോദരങ്ങൾ, ചെങ്കൽച്ചൂള എന്ന സ്ഥലത്തെ പറ്റി നിങ്ങളോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. ചെങ്കൽച്ചൂളയിൽ വല്ലാത്ത അസമാധാനത്തിൻ്റെ, വല്ലാത്ത അസമത്വത്തിൻ്റെ, അരക്ഷിതാവസ്ഥയുടെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു കുറച്ചു നാൾക്ക് മുൻപ്. എന്നാൽ അന്ന് ഞങ്ങൾക്ക് ലഹരിയില്ലാത്തൊരു ജീവിതം സ്വപ്നം കാണാനോ സമാധാനത്തോടെയുള്ള ഒരു ജീവിതം നയിക്കാനോ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ മുൻപേ പറഞ്ഞതുപോലെ യേശുക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ സുവിശേഷം ഞങ്ങളെ രൂപാന്തരപ്പെടുത്തിയപ്പോൾ ഇന്ന് ലഹരിക്ക് അടിമപ്പെട്ടു പോയവരെ ഒരു കൈ കൊണ്ടെങ്കിലും താങ്ങി പിടിച്ചുയർത്തി ജീവിതത്തിന്റെ സരണിയിലേക്ക് കൊണ്ടുവരുവാൻ ഞങ്ങൾ ശ്രമിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം, ഒരിക്കൽ ഞങ്ങളും അസ്വാതന്ത്ര്യത്തിലായിരുന്നു, ഒരിക്കൽ ഞങ്ങളും ലഹരിക്ക് അടിമപ്പെട്ടു പോയവരായിരുന്നു, ഒരിക്കൽ ഞങ്ങളും സമാധാനമില്ലാതെ വലഞ്ഞവരായിരുന്നു. എന്നാൽ ഇന്ന് യേശു ഞങ്ങൾക്ക് സമാധാനം നൽകി, സ്വാതന്ത്ര്യം നൽകി. ഇന്ന് ഞങ്ങൾക്ക് ലഹരി വേണ്ട, ബീഡി വേണ്ട, കള്ള് വേണ്ട, മരിജ്വാന വേണ്ട, കഞ്ചാവ് വേണ്ട, മറ്റു യാതൊരു ലഹരിയുമില്ലാതെ ജീവിതത്തിന്റെ ലഹരി ആസ്വദിച്ച് ഭർത്താവും ഭാര്യയും മക്കളും, അപ്പനും അമ്മയും മക്കളും ചേർന്ന് ഒന്നിച്ചൊരു കുടുംബജീവിതം ഞങ്ങൾക്കിന്ന് നയിക്കാൻ കഴിയുന്നുവെങ്കിൽ ഈ മരിയനാട് സ്വദേശികളായ നിങ്ങളോട് ഞങ്ങൾ ധൈര്യത്തോടെ വിളിച്ചു പറയട്ടെ, മറ്റൊരുത്തനിലും രക്ഷയില്ല, മറ്റൊന്നിലും രക്ഷയില്ല, മറ്റെവിടെയും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട യേശു എന്ന നാമം മാത്രം. ആ യേശുവിലേക്ക് ഞങ്ങൾ നിങ്ങളെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നിന്ന് ഞങ്ങളിത് പറയുമ്പോൾ മറ്റ് യാതൊന്നിനും ഞങ്ങളെ ഖണ്ഡിക്കാൻ കഴിയില്ല. ഞങ്ങളുടെ അനുഭവമാണ് പറയുന്നത്. ഒന്ന് വിളിച്ച് മൈക്ക് കൊടുത്താൽ മാറി മാറി പറയാൻ ഞങ്ങൾക്ക് സാക്ഷ്യമുണ്ട്. വല്ലാത്ത പൈശാചിക ജീവിതം നയിച്ചിരുന്നവരായിരുന്നു ഞങ്ങളിൽ പലരും. സമാധാനം എന്തെന്നറിഞ്ഞില്ല, പക്ഷെ ഇന്ന് ഞങ്ങൾ സമാധാനം അനുഭവിക്കുന്നു, സ്വാതന്ത്ര്യം അനുഭവിക്കുന്നു. ഈ സ്വാതന്ത്ര്യത്തിലേക്ക് ഞങ്ങൾ നിങ്ങളെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. എപ്പോഴാണ് നമ്മുടെ മരണം വന്ന് വിളിക്കുക അറിയില്ല. എപ്പോൾ വന്നാലും പോകാൻ റെഡിയായിട്ടിരിക്കുക, അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. മുൻപേ പറഞ്ഞതുപോലെ യേശുക്രിസ്തു 2 കാര്യങ്ങൾ വാഗ്ദത്തം ചെയ്യുന്നുണ്ട്. ഒന്ന് സമാധാനം, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എന്ന് കർത്താവ് പറഞ്ഞു. രണ്ടാമത് കർത്താവ് വാഗ്ദത്തം ചെയ്യുന്നത് നിത്യമായ ജീവനാണ്. ഈ ലോകത്തിലെ മരണശേഷം, ഈ ലോകത്ത് നമ്മുടെ ജീവിതത്തിന് ശേഷം മരിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ ആത്മാവിന് പോകാൻ 2 ഇടങ്ങൾ. ഒന്ന് നിത്യമായ സ്വർഗം, മറ്റൊന്ന് നിത്യ നരകം. യേശുക്രിസ്തുവിലൂടെയുള്ള പാപമോചനം സ്വായത്തമാക്കി, യേശുവേ ഞാൻ എൻ്റെ ഹൃദയത്തെ അങ്ങേക്ക് സമർപ്പിക്കുന്നു, ലഹരിയില്ലാത്ത സ്വാതന്ത്ര്യമുള്ള ഒരു ജീവിതം നയിക്കാൻ എനിക്ക് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പക്ഷം നിങ്ങൾക്കും ആ ജീവിതം സ്വായത്തമാക്കാൻ കഴിയും. ഇതൊരു മതപ്രഭാഷണമല്ല, ഏതെങ്കിലും ഒരു മതത്തെ ഉയർത്താനോ മറ്റൊന്നിനെ ഇകഴ്ത്താനോ ഞങ്ങൾക്ക് താല്പര്യമില്ല. കാരണം ഞങ്ങൾ ഒരു മതത്തിലും വിശ്വസിക്കുന്നവരല്ല. ഞങ്ങൾ പ്രസംഗിക്കുന്നത് ഒരു മാർഗത്തെ പറ്റിയാണ്. ഈ ലോകത്തിൽ പാപമില്ലാതെ വന്ന്, പാപമില്ലാതെ ജീവിച്ച്, പാപമില്ലാതെ മരിച്ച്, ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന യേശുക്രിസ്തു എന്ന ഏക വഴിയെ പറ്റിയാണ് ഞങ്ങൾ ഇന്ന് പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു മതപ്രഭാഷണമായിട്ട് ആരും കണക്കാക്കരുതേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. നിത്യമായൊരു ജീവിതം നമുക്കുണ്ട്. സ്വർഗത്തിലോ നരകത്തിലോ, കെടാത്ത തീയും ചാകാത്ത പുഴുവും ഒക്കെയുള്ള ഒരു നരകം. ആ നരകത്തിൽ ആരും പോകരുതേ. നിത്യമായ സ്വർഗം യേശുക്രിസ്തു തന്നിൽ വിശ്വസിക്കുന്നവർക്കായി ഒരുക്കുന്നുണ്ട്. ആ സ്വർഗത്തിലേക്ക് പോകുവാൻ എന്താ ചെയ്യേണ്ടത്? മതം മാറണോ? വേണ്ട. പേര് മാറണോ? വേണ്ട. പിന്നെ ഞങ്ങളുടെ കൂടെ ചേരാൻ വരണോ? അതൊട്ടും വേണ്ട. പിന്നെ ചെയ്യേണ്ട കാര്യം നിൽക്കുന്ന നിൽപ്പിൽ, ഇരിക്കുന്ന നിരപ്പിൽ, ആരും കാണാതെ, ആരും വേണമെന്നില്ല. നിങ്ങളുടെ ഹൃദയത്തെ ദൈവത്തിന്റെ മുമ്പാകെ, നിങ്ങളെ സൃഷ്ടിച്ച സത്യദൈവത്തിന്റെ മുമ്പാകെ ഒന്ന് തുറന്നു കൊടുക്കാൻ കഴിയുമോ? ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ കഴിയുമോ? യേശുവേ, ഞാനൊരു പാപിയാണെന്ന് സമ്മതിക്കുന്നു. എന്റെ പാപങ്ങൾക്ക് വേണ്ടി കൂടെയാണ് അങ്ങ് കാൽവറി ക്രൂശിൽ മരിച്ചത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് വേണ്ടി മരിച്ച അങ്ങയെ ഞാൻ എൻ്റെ രക്ഷകനായി, എൻ്റെ കർത്താവായി അംഗീകരിക്കുന്നു. എന്നെ സഹായിക്കണമേ, എനിക്ക് സന്തോഷം തരണമേ, എനിക്ക് സൗഖ്യം തരണമേ, സ്വാതന്ത്ര്യം തരണമേ. ലളിതമായ ഈ പ്രാർത്ഥനയിലൂടെ നിങ്ങൾക്കും ഇത് സ്വായത്തമാക്കാൻ കഴിയും. യേശുക്രിസ്തു ഈ ലോകത്തിൽ വന്നു, മരിച്ചു, അടക്കപ്പെട്ടു.
ഈ ലോകത്തിൽ പല ലോക നേതാക്കളും വന്നിട്ടുണ്ട്. അവരുടെ ജീവിത വാഗ്ദാനങ്ങൾ ഒക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. പലരും വന്നു, അവരുടെ സമയം കഴിഞ്ഞപ്പോൾ മരിച്ചു, അടക്കപ്പെട്ടു, അവർ പോയി. ഇന്ന് അവരുടെ ഓർമ്മ മാത്രം ശേഷിക്കുന്നു. പലയിടങ്ങളിലായിട്ട് അവരുടെ കല്ലറകൾ അടഞ്ഞടഞ്ഞു കിടപ്പുണ്ട്. എന്നാൽ പാലസ്തീനിൽ ഒരു കല്ലറ, യേശു ക്രിസ്തുവിനെ വെച്ച കല്ലറ. ആ കല്ലറയുടെ മുമ്പിൽ ഒരു വലിയ വാചകം എഴുതി വെച്ചിട്ടുണ്ട്: അവൻ ഇവിടെ ഇല്ല, അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. മരണത്തെ ജയിച്ച ഈ യേശുവിങ്കലേക്ക് ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. മരണം, മരണാനന്തര ജീവിതം, ബൈബിൾ, യേശുക്രിസ്തു തുടങ്ങിയ വിഷയങ്ങളിൽ എന്തെങ്കിലും സംശയമുണ്ടാകുന്ന പക്ഷം ഞങ്ങളിൽ ആരെയെങ്കിലും നിങ്ങൾക്ക് കാണാവുന്നതാണ്. മാത്രമല്ല, ആരെങ്കിലും മാരകമായ രോഗങ്ങളാൽ ഭാരപ്പെടുന്ന, വലയുന്ന അവസ്ഥയിലാണ് എങ്കിലോ, അല്ലെങ്കിൽ നിങ്ങളെ ഭാരപ്പെടുത്തുന്ന എന്തെങ്കിലും വിഷയങ്ങൾ നിങ്ങൾക്കുണ്ടോ എങ്കിലോ, ധൈര്യമായി ഞങ്ങളുടെ അടുക്കലേക്ക് കടന്നു വരാം. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ബാധ്യസ്ഥരാണ്. ഞങ്ങൾക്ക് സന്തോഷമുണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. എന്ത് വിഷയമോ ആയിക്കൊള്ളട്ടെ, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ദൈവത്തോട്. ഇത്രയും നേരം ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട്, ഒരിക്കൽ കൂടെ ലഹരിയില്ലാത്ത അനുഗ്രഹിക്കപ്പെട്ട നല്ല ഒരു ഭാരതത്തെ സ്വപ്നം കണ്ടുകൊണ്ട് 78ാമത് സ്വാതന്ത്ര്യ ദിനാശംസകൾ ശ്രദ്ധിച്ച എല്ലാവർക്കും നേർന്നുകൊണ്ട് എന്റെ വാക്കുകളെ ഞാൻ നിർത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.